നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലി SNDP കവലയിലുള്ള ദേവസിക്കുട്ടി ചേട്ടനെയും റോസിലി ചേച്ചിയുടെയും വീട്ടിലാണ്. ഇവിടെ 2 കറവ പശുക്കളാണുള്ളെങ്കിലും നല്ല രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ദേവസിക്കുട്ടി ചേട്ടന്റെ റോസിലി ചേച്ചിയുടെ പശു വളർത്തലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പശുക്കളെ വളർത്തി ജീവിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ കർഷകരുടെ ഇടയിൽ ഇന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരം സാധിക്കും എന്ന് തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അങ്കമാലിയിലുള്ള ദേവസിക്കുട്ടി ചേട്ടന്റെ റോസിലി ചേച്ചിയുടെ പശു വളർത്തൽ കണ്ടിട്ടാണ്. പാരമ്പര്യമായിട്ട് തന്നെ ഇവർ പശുക്കളെയും കന്നുകാലികളെയും വളർത്തിയാണ് ജീവിച്ചു പോകുന്നത്. ഇനി ബാക്കി റോസിലി ചേച്ചിയുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. അപ്പൊ ഇപ്പൊ ഏതൊക്കെയാണ് പശുക്കൾ ഇവിടെ ഉള്ളത്? അത് ജേഴ്സി. ഇത് എത്ര നാളായി ഇപ്പൊ ഇവിടെ ഉള്ളത്? ഇതിപ്പോ 5 വർഷത്തിനടുത്ത്. 5 വർഷമായി. എത്ര പ്രസവമായപ്പോ? പ്രസവം ഇപ്പൊ കുത്തി വെച്ചിട്ട് ചേന പിടിക്കണില്ല. 2 പ്രാവശ്യം കുത്തി വെച്ച് പെറ്റുപോയി. 4 മാസം 3 മാസമായിപ്പോ പെറ്റുപോയി ആ പശു. അതിൽ നല്ലതാണ്. ഒരു പേര് പെറ്റു നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയായിരുന്നു. അത് നമ്മൾ 1 കൊല്ലത്തോളം നമ്മൾ നല്ല പാലുള്ള പശു. അത് 10 ലിറ്റർ പാല് കാലത്ത് കിട്ടും. രാവിലെ ഒരു 5 അല ഉച്ച കഴിഞ്ഞ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ നമ്മുടെ ഈ പശു ഇത് നമ്മള് ലോൺ എടുത്ത് മേടിച്ചതാണ്. അപ്പം ഇത് ഏതിനത്തിലുള്ളതാണ്? ഇപ്പൊ സിന്ധി പശുവാണ്. ഇതിപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചാണോ നമ്മളെ കുട്ടികൾ? നമ്മള് പുറത്തുനിന്ന് മേടിച്ചത്. മഞ്ഞപ്പുറ പോയി മേടിച്ചതാ. മഞ്ഞപ്പുറയിൽ പോയി വാങ്ങിച്ചതാണ് ലോൺ എടുത്തിട്ട്. കൂടുതലായിട്ട് പുറത്തുനിന്ന് വാങ്ങുവാണോ അതോ ഇവിടുത്തെ കുട്ടികളെ ചെന പിടിപ്പിക്കുക അങ്ങനെ എന്താ? ഇതിന് മാത്രം നമ്മള് ലോൺ എടുത്ത് മേടിച്ചിട്ടുള്ളൂ. നമുക്കടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായ പശുവാണ് അത്. അതിന്റെ കുട്ടിയാണ്? ഇല്ല, അതിന് കുട്ടി ഇല്ല. മൂരിക്കിടാവായിരുന്നു, അത് ചത്തുപോയി. അപ്പൊ ഈ ഒരു കുട്ടി ഇതിനെ വേറെ മേടിച്ചത് ഒരു കിടാവായിട്ട് മേടിച്ചതാ. ഇവിടെയുള്ള പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുന്നത് KSന്റെ പെല്ലറ്റ് മാത്രമാണ്. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് മറ്റു തീറ്റ ഒഴിവാക്കിയെങ്കിലും ഈ തീറ്റക്രമം വളരെ ലാഭകരമായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. നമ്മള് കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ തവിട് മേടിക്കുന്നില്ല. വൈക്കോലുണ്ട്. അപ്പൊ തവിട് കൂടുതൽ കൊടുക്കാത്ത എന്താ? കൊടുക്കാൻ സാമ്പത്തികം പൈസ വേണമല്ലോ, അതുകൊണ്ടാണ് തവിടിനും കൂടി പൈസ കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പൊ ഇതാകുമ്പോ ആ പെല്ലറ്റിന് മാത്രം പൈസ കൊടുത്താൽ മതി. അത് മാത്രം മേടിച്ചപ്പോ കൊടുക്കണുള്ളൂ. അപ്പൊ ഒരു പശുവിന് ഏകദേശം എന്താ ഒരു 5 കിലോ വെച്ച് കൊടുക്കും ഒരു നേരം. അപ്പൊ 2 നേരം 10 കിലോ അല്ലേ? എല്ലാ പശുവിനും ഒരുപോലെയാണ്? ഈ 2 കറക്കണേന് മാത്രം 2 കൊടുക്കുള്ളൂ. പിന്നെ ഇവക്ക് അങ്ങനെ കൊടുക്കാറില്ല. ഇടയ്ക്കിട്ട് കൊടുക്കും. പെല്ലറ്റ് കൊടുക്കണില്ല. ഇപ്പൊ അതിനും ഇവൾക്ക് കിടാവല്ല, അതിന് ചേന പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്ത് തീറ്റ കൊടുക്കണം? ഇവളിപ്പോ കൊപ്ര അടിച്ച് ആരെങ്കിലും കൊപ്ര തന്നാ കൊപ്ര ഇട്ട് വെള്ളം കൊടുക്കും. തേങ്ങക്കൊപ്ര ഇട്ട് വെള്ളമൊക്കെ കൊടുക്കും. അപ്പൊ ഈ പാടത്ത് പശുക്കളെ കൊണ്ടുപോകണമെന്നില്ല. അപ്പൊ എത്ര മണിക്ക് അത് കൊണ്ടുപോകും? കാലത്ത് ഒരു 7:30 ആകുമ്പോ ഇറക്കി കിട്ടും. അതായത് കറവ കഴിഞ്ഞിട്ട് കറവക്കാര് 7:15 ആകുമ്പോ എത്തും. അപ്പൊ അയാള് പോയി കഴിഞ്ഞ് കഴിയുമ്പോ അതിക്ക് അയാൾ വന്നതിന് മുന്നേ വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തതിന് ശേഷം നമ്മള് ഇറക്കി കെട്ടും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 10:30-11 മണിയാകുമ്പോഴേക്കും കയറ്റി കൊടുന്ന് കെട്ട് വെള്ളം കൊടുക്കും. ആ സമയത്ത് അത്യാവശ്യം നല്ല പുല്ലൊക്കെ വെള്ളം കുടിച്ച് നിൽക്കും. പുല്ല് കൊടുത്താൽ തന്നെ പുല്ല് കൊടുത്താലാണ് പാല് കിട്ടുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ എന്നാലും നമ്മളിപ്പോ അറക്കാൻ പോവാനായിട്ട് അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് പുല്ല് കുടിക്കുന്നോളൂല്ലോ, പിന്നെ അറക്കേണ്ട ആവശ്യം വരില്ലല്ലോ, തൊട്ടടുത്തല്ലേ പാടം. പിന്നെ ഈ പുല്ല് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? പുല്ല് കൊടുത്താൽ നമുക്ക് പാല് കൂടുതൽ കിട്ടും. പച്ചപ്പുല്ലല്ലേ. വൈക്കോലിനേലും വൈക്കോൽ ഇടയ്ക്ക് കൊടുക്കണത് അത് എക്കരയ്ക്കാനായിട്ടുള്ളതല്ലേ, കൊടുക്കണ്ട്. പിന്നെ പുല്ല് കൊടുക്കണത് പാല് കിട്ടും. പച്ചപ്പുല്ല് കൊടുത്താൽ പാല് കിട്ടും. അപ്പൊ സാധാരണ ഈ പശുവിന് 10 ലിറ്റർ പാല് അപ്പൊ കൂടുതൽ കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അവക്ക് നല്ലോണം പാലുള്ള പശുവായിരുന്നു. അപ്പൊ ഈ പുല്ല് കൂടുതൽ കഴിക്കുന്നോണ്ട് കൂടുതൽ കിട്ടും അങ്ങനെ ചേച്ചിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതുണ്ട്. അവക്ക് ഇപ്പൊ പുല്ല് എന്തോരം കൊടുക്കണം, വൈക്കോലും എന്തോരം കൊടുക്കണം, അതനുസരിച്ച് പാല് കൂടണുണ്ട്. തീറ്റയുടെ അളവിന്റെയും കുറഞ്ഞ അപ്പൊ അത്രയും പാലങ്ങോട്ട് കുറയും. ഇവിടെ ഈ കാണുന്ന പശുത്തൊഴുത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. 4-ലധികം പശുക്കളെ നിർത്താവുന്ന ഈ തൊഴുത്തിന് ഇവർക്ക് ലഭിച്ചത് 40,000 രൂപയാണ്. ഇത് ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. അതിപ്പോ നമുക്ക് കിട്ടിയിട്ട് 5 വർഷമായി. അയ്യങ്കാളി നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ്. അതിന്റെ ഇതെങ്ങനെയാണ് ചേച്ചി അപേക്ഷിച്ചത്? എങ്ങനെയാണ് അപേക്ഷ? നമ്മള് തൊട്ടാണ് ഈ ഡയറിയിലെ ബുക്കിന്റെ ഫോട്ടോ കോപ്പി വെക്കണം, ആധാർ കാർഡിന്റെ, റേഷൻ കാർഡിന്റെ, ചേട്ടൻ്റെ ബാങ്ക് ബാലൻസ്, ഇതിന്റെ ബുക്കിന്റെ എല്ലാത്തിന്റെയും കോപ്പികൾ വെച്ചിട്ട്
അവർ പിന്നെ അന്വേഷണത്തിന് വന്നു. അങ്ങനെ നമുക്കത് കിട്ടി. നമ്മൾ പാലളക്കുന്ന ആളായതുകൊണ്ട് അതിന്റെ മെമ്പർഷിപ്പ് തൊഴിലുറപ്പ് മറ്റേ അയ്യങ്കാളി ഇതിൽ ചേർന്നുണ്ടല്ലോ തൊഴിലുറപ്പിൽ. അപ്പം അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ എത്ര രൂപ കിട്ടും? അപ്പൊ നമുക്ക് മെയിൻ്റെനൻസിന് വേണ്ടിയൊക്കെ ഏകദേശം ഒരു 40,000 രൂപ കിട്ടി. 40,000 രൂപ കിട്ടും. നമ്മളത് ആദ്യം ഇങ്ങനെ പണിത് കാണിക്കണോ അതോ അതിന് മുമ്പ്? ഇല്ല, നമ്മൾ പണിത് കാണിച്ചതിന് ശേഷം നമുക്ക് കിട്ടുള്ളൂ പൈസ. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ പണിത് കഴിഞ്ഞപ്പോൾ നമുക്ക് അപേക്ഷ പണി കഴിഞ്ഞു എന്നാണ് അവർ അന്വേഷണത്തിന് വന്നു. അന്വേഷണത്തിന് വന്നപ്പോൾ നമുക്ക് പണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമ്മളൊരു അപേക്ഷ പണി കഴിഞ്ഞു എന്നുള്ളത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് നമുക്ക് അധികം താമസം വന്നില്ല, പൈസ കിട്ടി. അവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ പണിയാതെ എങ്ങനെയാണ്? അവർ പറയുന്ന രീതി നമ്മൾ പറയണ്ട. ഇങ്ങനെ സ്ഥാനക്കാരൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ എങ്ങനെ പണിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് പറയണ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ഥാനക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ഉറപ്പ് പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പണിത് കാണിക്കാൻ പറഞ്ഞു. ഇവിടെ പാലിന്റെ വിൽപ്പന സൊസൈറ്റിയിൽ മാത്രമാണ്. അതിന് കാരണം അങ്കമാലി നഗരസഭയിൽ ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് നമ്മളൊരു വീട്ടുകാർ കൊടുക്കുന്നത് അതിപ്പോ നമ്മളിപ്പോ പറയണ 6 ലിറ്റർ അല്ലേ പോണുള്ളൂ. അപ്പൊ മുഴുവനും ഡയറിയിലെ ഡയറി തന്നെ. ഉച്ച കഴിഞ്ഞ് കറക്കണില്ല. ഇവിടെ 2 പശുക്കൾ മാത്രം കറക്കാനുള്ളത് കൊണ്ട് തന്നെ കാലത്ത് 6 മണിക്കാണ് പശുത്തൊഴുത്തിലെ ജോലികൾ ആരംഭിക്കുന്നത്. 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പശുക്കൾക്ക്? മുന്നേ ചാണകം കോരി മാറ്റും. എന്നിട്ട് പശുവിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം കൊടുക്കും. അപ്പോഴത്തേനും കറവക്കാരൻ വരും. കറവക്കാരൻ വന്ന് കറന്ന് പാല് അളന്ന് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 2 ചേട്ടൻ ഇറക്കി കിട്ടും. പിന്നെ ഒരെണ്ണത്തിനെ ഞാൻ കറവ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇറക്കി കിട്ടും. അപ്പോൾ ഈ പെല്ലറ്റ് കൊടുക്കണില്ല ഈ സമയത്ത്? അപ്പോൾ അത് വെള്ളം കറവയ്ക്ക് മുന്നേ കൊടുക്കും. ഞാൻ കുളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പടി തരുമല്ലോ. കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ കറന്ന് കഴിയുമ്പോഴൊക്കെ ഇറക്കി കെട്ടാം. പിന്നെ എത്ര മണിക്ക് നമ്മുടെ കറവ് തുടങ്ങാം? ഉച്ചകലത്തെ 3 മണിക്ക്. ഒരു 10:30 ആകുമ്പോൾ കയറ്റി കിട്ടും. 10:30 ആകുമ്പോൾ കയറ്റി കിട്ടും. ഉച്ച കഴിഞ്ഞത്തെ കറവയ്ക്ക് ഉച്ചയ്ക്ക് 10-10:30 ആകുമ്പോൾ ഉച്ചയ്ക്ക് കയറ്റി കെട്ടും. ഉച്ച കഴിഞ്ഞ് കറക്കാൻ വരുമല്ലോ 3 മണിക്ക്. അപ്പം അതിക്ക് മുന്നേ കയറ്റി കെട്ടി വെള്ളം കൊടുത്ത് വിടും. അപ്പം 3 മണിയാകുമ്പോൾ അയാൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 4 മണിയോടുകൂടി പിന്നെ ഇറക്കി കിട്ടും. പിന്നെ തിരിച്ചൊരു 6 മണി 6:30 ആകുമ്പോൾ കയറ്റി കിട്ടും. എത്ര മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാമോ? ക്ലോസ് എന്ന് പറഞ്ഞാൽ 7 മണിയാകുമ്പോൾ കഴിയും. തീരുമോ അതിപ്പോൾ ചേട്ടൻ അയച്ചിടും. ഞാൻ തൊഴുത്തിലേക്ക് കെട്ടും, കയറ്റി വിടും. പിന്നെ വെള്ളം പിന്നെ അപ്പം ആ നേരത്തെ തീറ്റ ഇട്ട് കൊടുക്കൂലല്ലോ. അപ്പം കുടിക്കാൻ വെള്ളം പച്ചവെള്ളം 2 വട്ടയിലും വെച്ച് കൊടുത്തോളും. അപ്പം അവർ കുടിച്ചോളും. വെള്ളം കൂടുതൽ വേണമല്ലോ. വെള്ളം നല്ലോണം കുടിക്കും. വെയിലെത്തുന്നതല്ലേ വരണേ, അതാണ് കുടിച്ചോളും. ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേവസിക്കുട്ടി ചേട്ടൻ്റെ റോസിൽ ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.